ഈ 4 ടൈപ്പ് മെറ്റീരിയലിലാണ് സാധാരണയായിട്ട് റോമൻ ചെയ്യാറുള്ളത്. നോർമൽ ക്ലോത്ത് എന്ന് വെച്ചാൽ ഒരു 50% കോട്ടൺ 50% പോളിസ്റ്റർ വരുന്ന ഒരു നോർമൽ മെറ്റീരിയലാണ്. ഇതിൽ സാധാരണ ഇത് ചെറുതായിട്ട് വെളിച്ചം കയറുന്ന ഒരു ടൈപ്പാണിത്. ബ്ലാക്ക് ഔട്ട് അല്ല, ബ്ലാക്ക് ഔട്ട് ഇത് ഫുൾ ബ്ലാക്ക് ഔട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വെളിച്ചം തീരെ അകത്തേക്ക് വരികയാണെന്നുള്ളത്. എന്താ റൂം ശരിക്കും ഇരുട്ടായിട്ട് തന്നെ കിടക്കും കർട്ടനെ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ. ഇതിലും പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. അതുപോലെ ചെറിയ സ്ട്രക്ചർ വർക്കുകൾ ഇങ്ങനെ. ഫാബ്രിക് എന്ന് ഉദ്ദേശിച്ചത് ഇതൊരു ക്ലോത്ത് അല്ല, പക്ഷെ 100% പോളിസ്റ്റർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇത്. ഇങ്ങനെയുള്ള ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ ഇതിന് ഗുണവും ദോഷവും ഉണ്ട്. ഇതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിഡ്ത്ത് 3 മീറ്റർ വരും. അപ്പോൾ നമുക്ക് ഒരു എത്ര വലിയ വിൻഡോ ആണെങ്കിലും ഇതിലൊരു ജോയിന്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റൈൽ സോഫ ആൻഡ് കർട്ടൺ, ബൈപ്പാസ് ജംഗ്ഷൻ, കാവുങ്ങൽ, മലപ്പുറം. റോമൻ കർട്ടൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഇതേ വിഷയമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അന്ന് പക്ഷേ റോമൻ കർട്ടൺ ഉപയോഗിക്കുന്ന ചാനലുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. 2 തരം ചാനലുകളാണ് റോമൻ കർട്ടൺ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് നോർമൽ ചാനൽ, 2 ഇമ്പോർട്ടഡ് ചാനൽ. ഈ 2 ചാനലുകളെ കുറിച്ചും വളരെ വിശദമായി തന്നെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റോമൻ കർട്ടൺ ഉപയോഗിക്കുന്ന ഫാബ്രിക്കുകളെ കുറിച്ചാണ്. ഫാബ്രിക് എന്ന് ഉദ്ദേശിച്ചത് ക്ലോത്തുകളെ കുറിച്ച്. പലതരത്തിലുള്ള ക്ലോത്തുകൾ ഉപയോഗിച്ച് റോമൻ കർട്ടൺ ചെയ്യാൻ പറ്റും. അതിലൊന്ന് നമ്മുടെ നോർമൽ ക്ലോത്തുകളാണ്. അതല്ലെങ്കിൽ ഒരു സെമി ബ്ലാക്ക് ഔട്ട് ക്ലോത്തുകൾ, അതായത് വെളിച്ചം ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ കടത്തിവിടുന്ന ക്ലോത്തുകൾ. അതുമല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ഔട്ട് ക്ലോത്തുകൾ. ഫുൾ ബ്ലാക്ക് ഔട്ട് ക്ലോത്തുകളാകുമ്പോൾ വെളിച്ചം ഒരു തരത്തിലും റൂമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ക്ലോത്തുകളല്ലാതെ വേറൊരു ഫാബ്രിക് ഒരു മെറ്റീരിയലും കൂടി വരുന്നുണ്ട് റോമൻ ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. അപ്പം ഇനി റോമൻ കർട്ടൺ സാധാരണയായിട്ട് ചെയ്യാറുള്ള 4 തരം മെറ്റീരിയലുകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്ലോത്തുകളും വെച്ച് റോമൻ കർട്ടൺ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. അതിൻ്റെ ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയലുകൾ വേണമെന്നുള്ളതാണ്. ഇതൊരു നോർമൽ ക്ലോത്താണ്. നോർമൽ ക്ലോത്ത് എന്ന് വെച്ചാൽ ഒരു 50% കോട്ടൺ 50% പോളിസ്റ്റർ വരുന്ന ഒരു നോർമൽ മെറ്റീരിയലാണ്. ഇതിൽ സാധാരണ ഇത് ചെറുതായിട്ട് വെളിച്ചം കയറുന്ന ഒരു ടൈപ്പാണിത്. ബ്ലാക്ക് ഔട്ട് അല്ല. ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇന്റീരിയറിനും ഇതിനൊക്കെ മാച്ച് ആക്കിയിട്ട് നമുക്ക് ഇതിന് കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയലുകൾ, ഒരുപാട് കാറ്റലോഗുകൾ, ഒരുപാട് കമ്പനിയുടെ കാറ്റലോഗുകൾ നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ ഇതിൽ 4 വെറൈറ്റീസ് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഒരു ക്ലോത്ത്. ഇനി രണ്ടാമതായിട്ട് ഒരു സെമി ബ്ലാക്ക് ഔട്ട് എന്ന് പറയാം, അതായത് ഡിം ഔട്ട്. ഇതിൽ പ്ലെയിൻ ക്ലോത്തുകളാണ് ഇതിൽ സാധാരണയായിട്ട് വരാറുള്ളത്. ഇത് ചെറിയ രീതിയിൽ വെളിച്ചമകത്തേക്ക് വരും. അതായത് പകൽ സമയത്ത്, നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ വെളിച്ചം പ്രകാശം അകത്തേക്ക് വരും ഈ സെമി ബ്ലാക്ക് ഔട്ട് ആകുമ്പോൾ. ഇതിലും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്, ഒരുപാട് കാറ്റലോഗും അവൈലബിൾ ആണ്. കാറ്റലോഗിനനുസരിച്ച് കളേഴ്സും ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ബ്ലാക്ക് ഔട്ട്. ഇത് ഫുൾ ബ്ലാക്ക് ഔട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വെളിച്ചം തീരെ അകത്തേക്ക് വരികയാണെന്നുള്ളത്. എന്താ റൂം ശരിക്കും ഇരുട്ടായിട്ട് തന്നെ കിടക്കും കർട്ടനെ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ. ഇതിലും പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. അതുപോലെ ചെറിയ സ്ട്രക്ചർ വർക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ബ്ലാക്ക് ഔട്ടിൽ ഒരു മെറ്റീരിയലാണ്, ഒരു കാറ്റലോഗാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കാണിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റലോഗുകളുണ്ട്.
അതിലും നമുക്ക് ഇഷ്ടം പോലെ പല കളേഴ്സും നമ്മൾ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യാൻ പറ്റിയ പല കളേഴ്സും ഇതിലും കിട്ടും. ഇനി ക്ലോത്തിൽ സാധാരണയായിട്ട് ഈ 3 തരം ക്ലോത്തിലാണ് സാധാരണ ചെയ്യാറുള്ളതെങ്കിലും പിന്നെ അടുത്തതുള്ളത് ഫാബ്രിക്കാണ്. ഫാബ്രിക് എന്ന് ഉദ്ദേശിച്ചത് ഇതൊരു ക്ലോത്ത് അല്ല, പക്ഷെ 100% പോളിസ്റ്റർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇത്. ഇങ്ങനെയുള്ള ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ ഇതിന് ഗുണവും ദോഷവും ഉണ്ട്. ഇതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിഡ്ത്ത് 3 മീറ്റർ വരും. അപ്പോൾ നമുക്ക് എത്ര വലിയ വിൻഡോ ആണെങ്കിലും ഇതിലൊരു ജോയിന്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ഫിനിഷിങ് ഒന്നും കൂടി ഒരു ജോയിന്റ് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബ്ലാക്ക് ഔട്ട് വരുന്നുണ്ട്. ഈ ബ്ലാക്ക് ഔട്ട് പുറത്തുനിന്ന് കുറേ കാലങ്ങളായിട്ട് വെയിൽ തട്ടുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഔട്ട് പൊളിഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു കോട്ടിങ്, ബ്ലാക്ക് ഔട്ട് ഉദ്ദേശിച്ചത് ഈ ഒരു കോട്ടിങ് പൊളിഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിൽ ഈ ഫാബ്രിക്കിൽ ചൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന കാര്യം. അത് ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് വെയിൽ തട്ടിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റിന് സാധ്യത ഇല്ല. ഇനി കളറ് ഫെയ്ഡാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കളറ് ചെറുതായിട്ടെങ്കിലും ഫെയ്ഡാവാൻ സാധ്യത ഉണ്ട്. അതും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ആണെങ്കിൽ അതിനും സാധ്യത കുറവാണ്. പക്ഷേ ഈ ഫാബ്രിക്കിലാവുമ്പോൾ കളറ് ഫെയ്ഡാവുക എന്നുള്ളതല്ല പ്രശ്നം. ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഔട്ട്, ബാക്കിലെ കോട്ടിങ് പൊട്ടിപ്പോരാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ 4 ടൈപ്പ് മെറ്റീരിയലിലാണ് സാധാരണയായിട്ട് റോമൻ ചെയ്യാറുള്ളത്. ഇനി ഇതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് 2 വിഡ്ത്തിൽ വരുന്നുണ്ട്. ക്ലോത്ത് 48 ഇഞ്ചിലും 54 ഇഞ്ചിലും വരുന്നുണ്ട് ക്ലോത്ത്. അതിൽ നമ്മൾ വീട്ടിൽ മെഷർമെൻറ്റിനനുസരിച്ച്, നമ്മുടെ വിൻഡോയുടെ മെഷർമെൻറ്റിനനുസരിച്ചാണ് ഫാബ്രിക് ചൂസ് ചെയ്യേണ്ടത്. വേസ്റ്റേജ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രീമിയം മെറ്റീരിയലുകൾ അതിൽ വേസ്റ്റേജ് വന്നു കഴിഞ്ഞാൽ, അതായത് മുമ്പത്തെ ക്ലോത്ത് പോലെ പെർ മീറ്റർ 100 രൂപ 150 രൂപ വില വരുന്നതല്ല, കുറച്ച് കൂടിയ ടൈപ്പാണ്. അപ്പോൾ ഒരു ചെറിയ പീസ് വേസ്റ്റേജ് വന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു നല്ലൊരു സംഖ്യ വെറുതെ വേസ്റ്റായി പോവാണ്. അതുകൊണ്ട് വേസ്റ്റേജ് മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം ഫാബ്രിക് ചൂസ് ചെയ്യാൻ. അതും കൂടി റോമൻ കർട്ടണും മാത്രമല്ല, അത് ലോങ് കർട്ടൺ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ റോമൻ കർട്ടൺ ഉപയോഗിക്കുന്ന പലതരം ക്ലോത്തുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഇതിൻ്റെ ചാനലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. റോമൻ കർട്ടൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. താങ്ക് യു.